ധർമ്മവും മോക്ഷവും കളഞ്ഞുകുളിച്ച് കാമവും അർത്ഥവും കളിക്കുന്ന, അതിനനുഗുണമായി ദ്രവ്യങ്ങളോട് അവൻ ഇടപഴകുമ്പോൾ ആ ദ്രവ്യങ്ങളിലുണ്ടാകുന്ന പരിണാമ പ്രക്രിയകൾ, അതിനനുസരിച്ചുള്ള സ്പന്ദങ്ങൾ കാലത്തെ മാറ്റിമറിക്കുന്നത് ചിന്തിച്ചു നോക്കുമ്പോഴാണ് ആധുനിക ലോകം ഈ കെട്ടിപ്പൊക്കിയ കൂടാരങ്ങൾക്കുള്ളിലെ ദ്രവ്യങ്ങൾ ദുഷിച്ച് അതിൻ്റെ ഐസോട്ടോപ്പുകൾ മാറി മാറി അതിൻ്റെ രാസീയവും ഭൗതികവുമായ പരിണാമ ശൃംഖലകൾ ഉതിർത്ത് ജൈവപരവും രാസപരവും ഊർജതന്ത്രപരവുമായ പരിണാമഭേദങ്ങൾ ഇവൻ്റെ ദൃഷ്ടി കൊണ്ടും ഇവൻ്റെ സാമീപ്യം കൊണ്ടും ഇവൻ്റെ സമീപനം കൊണ്ടും മാറി മറിഞ്ഞ് ഇവയെല്ലാം ഇവന് തന്നെ വിനാശകരമായിത്തീരുന്ന ഒരവസ്ഥ അവൻ ജീവിക്കുന്ന എല്ലാ അന്തരീക്ഷത്തിലും ഉണ്ടാക്കി ആ അന്തരീക്ഷത്തിൻ്റെ ശാന്തിയെ ജഡവും ചേതനവുമായ വസ്തുക്കളുടെ ആന്തോളനങ്ങൾ മുഴുവൻ മാറ്റി കാലത്തെ ദുഷിപ്പിച്ച് ജീവിക്കുന്നത് അവിടെയാണ്. ഏറ്റവും പ്രാചീനമായ കാലങ്ങളിലുള്ള ദ്രവ്യവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊടും പാവും കോർത്തിണക്കുന്ന സമന്വയത്തിൻ്റെയും ശാന്തിയുടെയും തലം നഷ്ടപ്പെടുത്തുവാനല്ലാതെ സംയോജനത്തിൻ്റെ ഭാവമുയർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാമം എത്ര അതിപ്രസരത്തോടു കൂടിയാണ് വളരുന്നത്. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ അന്യതാകാമത്തിൻ്റെ വഴിയിലായിരുന്നു ആരോഗ്യത്തെ ചേർത്ത്. അതിൽ അന്യതാകാമം ഒരു വ്യക്തിയെ കുറിച്ച്, വ്യക്തിയിലുണ്ടാക്കുന്ന ആന്തോളനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അത് കുടുംബ പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ വികസിപ്പിച്ചു. നമുക്ക് അതുവഴി തന്നെ പോകാമോ സ്വാമി? തീർച്ചയായും പോകാം. ഇവിടെയെല്ലാം സംഭവിക്കുന്ന 3 അംശങ്ങളുണ്ട് നമ്മൾ പരിഗണിക്കേണ്ട. പറയൂ സ്വാമിജി. ഒന്ന്, ഇതിനെ കാണുന്ന നമ്മൾ ജ്ഞാനത്തിൻ്റെ വഴി ആരംഭിച്ചപ്പോൾ പറഞ്ഞ ദൃക്ക് പരിണമിച്ചു വരുന്ന ജീവൻ, വ്യക്തി, വ്യക്തമായ വ്യക്തി. അയാളുടെ ദൃശ്യങ്ങളാണ് ഇയാളുടെ കാമവസ്തുക്കൾ മുഴുവൻ. ഇയാൾ നോക്കുമ്പോൾ ഇയാളുടെ കാമത്തിനനുസരിച്ച് ജഡമെന്നോ ചേതനമെന്നോ തോന്നാവുന്ന ഈ വസ്തുക്കൾക്ക് ഒരു പ്രതികരണം ഉണ്ടാകാതെ വയ്യ. വിയോജിപ്പിൻ്റെയോ ആനുകൂല്യത്തിൻ്റെയോ ഒരു പ്രതികരണം ഇവയ്ക്കുണ്ടാകാതെ വയ്യ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളിലെ ചലനവും അതിലെ ചലനവും സംയുക്തമായി നിയന്ത്രിക്കുന്ന കാലദേശ വ്യവസ്ഥകളുണ്ട്. കാലദേശങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ആധുനിക പഠനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തവും സുതാര്യവും സുലളിതവുമാണ് ദൃക്കിനെയും ദൃശ്യത്തെയും വെച്ചുള്ള കാലഗണനകളും പഠനങ്ങളും. അത് ചേർത്തു വരുമ്പോഴാണ് ഈ സങ്കേതം ആരോഗ്യശാസ്ത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പഠനങ്ങളിൽ ഒന്നായി മാറുന്നത്. വ്യക്തി എങ്ങനെയാണ് വ്യക്തികാമം ഒരു കുടുംബത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്, കുടുംബത്തിനകത്ത് ഭരണപ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്, കുടുംബത്തിനകത്ത് അരക്ഷിതാവസ്ഥകളെയും രക്ഷിതാവസ്ഥകളെയും രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്, കുടുംബത്തിനുള്ളിൽ വിദ്യാഭ്യാസം, ധനകാര്യം, സംയോജനം, കൃഷി, വ്യവസായം, വാണിജ്യം, ഔദ്യോഗികം, തൊഴിൽ, തൊഴിലാളി തുടങ്ങിയവയൊക്കെ സംയുക്തമായി രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു സംസ്ഥാനമോ രാഷ്ട്രമോ ഒക്കെ എടുത്താൽ മനസ്സിലാകുന്നതിൽ എളുപ്പം അങ്ങയ്ക്കും കേൾക്കുന്നവർക്കും എനിക്കും മനസ്സിലാക്കാവുന്നതാണ് നമ്മളുടെ കുടുംബം രൂപപ്പെടുന്ന കാമം. അതെ സ്വാമി. ഇത് തികച്ചും വ്യക്തിപരമായ കാമമാണ്.
അതിനകത്ത് എങ്ങനെയാണ് കുടുംബ അച്ചടക്കം, കുടുംബ സംവിധാനം, ആരുടെ കാമത്തിലും ഏത് കാമനയിലുമാണ് ഇതിൻ്റെ സംയോഗ വിയോഗങ്ങൾ, എങ്ങനെയാണ് ഒരുത്തനെ പുറത്താക്കുന്നത്, വേറൊരുത്തനെ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് കുടുംബാന്തര ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, തൊഴിൽ ബന്ധങ്ങൾ, ഇവയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ എങ്ങനെ ആരോഗ്യം കുടുംബത്തിന് നിലനിർത്തി, കുടുംബം ഇടപെടുന്ന സമൂഹത്തിന് നിലനിർത്തി, കുടുംബത്തിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസവും ധനകാര്യവും സാമൂഹ്യക്ഷേമവും കൃഷിയും തൊഴിലും എല്ലാം സമ്യക്കായി ചേർത്ത് വച്ച് ആരോഗ്യമുള്ളൊരു കുടുംബവും അയൽപക്കവും എന്ന സങ്കല്പത്തിൽ ആധുനിക വിദ്യാഭ്യാസം നേടി ആധുനികമായി സ്ഥലമെടുത്ത് വീട് വച്ച് കുടുംബമായി പിരിഞ്ഞ് പോകുമ്പോൾ യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക വലിച്ചെറിയുക എന്ന സംസ്കൃതിയിൽ അടിസ്ഥാനവും മൗലികവുമായ കുടുംബം പോകുമ്പോൾ ഈ കുടുംബങ്ങളെയും വ്യക്തികളെയും ചേർത്ത് വച്ച് എങ്ങനെ സുദൃഢവും സുതാര്യവും സുസമ്പന്നവുമായ ഒരു രാഷ്ട്രവും ലോകവും കെട്ടിപ്പടുക്കും. വളർത്തി പാല് കുടിച്ച ഒരു പശുവിനെ വാർദ്ധക്യം വരെ വളർത്തി അത് നിന്ന പുല്ലും വൈക്കോലുമെല്ലാം ആ മണ്ണിലെരിഞ്ഞടങ്ങുന്നതുവരെ അതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക, അതിനുള്ള ചെലവല്ലത് തൻ്റെ കോശത്തിൻ്റെ ആരോഗ്യമാണെന്ന് വിശ്വസിക്കുക എന്നൊരു സംസ്കൃതി കൃഷിരംഗത്ത് രൂപാന്തരപ്പെടുമ്പോൾ കൃഷിക്കുപയുക്തമായ ജീവസുറ്റ പച്ചക്കറികളും പഴങ്ങളും മാനവൻ്റെ അത്യാർത്തിയിലല്ലാതെ പ്രകൃതിയിൽ നിന്ന് രൂപപ്പെടുന്നത് ഉപയോഗിക്കുകയും അത് മലമായും ശരീരമായും തിരിച്ച് രൂപാന്തരപ്പെട്ട് ഭൂമിയോളം തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു സൈക്ലിക്കായിട്ടുള്ള ധർമ്മം ആധാരമായി കൊണ്ടുപോകുമ്പോഴാണ് യൂസ് ആൻഡ് ത്രോ എന്ന സംസ്കാരം ഇല്ലാതാകുന്നതും അച്ഛനമ്മമാരെ ബഹുമാനിക്കാൻ പറ്റുന്നതും സസ്യങ്ങളെയും ജന്തുക്കളെയും കൃതജ്ഞതയോടെ കാണാൻ പറ്റുന്നതും കോശാന്തരങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതും ശാന്തമാകുന്നതും വ്യവസ്ഥാപിതമാകുന്നതും പ്രകൃത്യാ ഉള്ളതാകുന്നതും ആരോഗ്യമുള്ള ജീവിതം രൂപാന്തരപ്പെടുന്നത്. തീർച്ചയായും ശരിയാണ് സ്വാമിജി. ഈ ഒരു പാരിസ്ഥിതികമായ സന്തുലനം ഹൃദയത്തിലേറ്റുന്നതിന് പര്യാപ്തമായ വിദ്യാഭ്യാസമല്ല നാം ഇന്ന് കാണുന്നത്, കാമത്തെ ആസ്പദമാക്കിയുള്ള വിദ്യാഭ്യാസം. ശരിയാണ് സ്വാമിജി. ഉൽപാദനത്തെ ഉപേക്ഷിച്ചുള്ള ഉപഭോഗത്തിൻ്റെ സങ്കല്പനങ്ങളാണ് കാമം. അത് അനാരോഗ്യകരമാണ്. മനസ്സിലായി സ്വാമിജി. സംരക്ഷണത്തിൻ്റെ വേദനകൾ ഏൽക്കാതെയുള്ള ഉപഭോഗമാണ് ഇന്ന് വ്യവസായം. അത് അനാരോഗ്യകരമാണ്. സംയോജനത്തിൻ്റെ വേവലാതികളില്ലാത്ത വിയോജനത്തിൻ്റെ ഇതിഹാസമുണർത്തുന്നതാണ് ഇന്ന് എല്ലാ ഉപഭോഗങ്ങളും. മറ്റുള്ളവൻ്റെയും പ്രകൃതിയുടെയും കാലത്തിൻ്റെയും അധ്വാനത്തെ സ്വയം അധ്വാനിക്കാതെ അനുഭവിക്കുന്നവൻ അനുഭവിച്ച് കയറ്റുമ്പോൾ ആ ദ്രവ്യസഞ്ചയങ്ങളിൽ കിടക്കുന്ന ബോധതന്മാത്രകളും തൻ്റെ ബോധതന്മാത്രകളും തമ്മിലുണ്ടാകുന്ന നിതാന്തമായ സംഘർഷങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും രംഗവേദികൾ മാത്രമാണ് ആധുനികൻ അനുഭവിക്കുന്ന രോഗങ്ങളും വിഷാദങ്ങളും മാനസിക പ്രശ്നങ്ങളും സങ്കീർണതകളും സങ്കല്പങ്ങളും അധപ്പതനങ്ങളും യുദ്ധങ്ങളും കോലാഹലങ്ങളും ഹിംസകളും എല്ലാം.
ഇതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെങ്ങനെ ഇത്ര വളരെ വേഗത്തിൽ ഒരു യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിലേക്ക് വളർന്നു? ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിച്ച പുസ്തകങ്ങൾ പോലും അതിലിരിക്കുന്ന ആശയങ്ങളോ അർത്ഥങ്ങളോ എത്ര സമ്പുടങ്ങളായിരുന്നാലും പഴയ കാലത്ത് ഒരു വിദ്യാർത്ഥി ഹൃദയത്തോട് ചേർത്ത് അത് ആ പുസ്തകത്തെ ലാളിക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തതുപോലെ ആധുനികനായൊരു വിദ്യാർത്ഥിയും സൂക്ഷിച്ചു വയ്ക്കുന്നില്ല. ആധ്യാത്മിക ആചാര്യന്മാർ പോലും ഗംഭീരങ്ങളായ വേദേതിഹാസ ഗ്രന്ഥങ്ങളുടെ നടുക്ക് നിന്ന് പോലും ഉളുപ്പില്ലാതെ കീറി പിൻ ചെയ്ത് കൊണ്ടുപോയി ക്ലാസ് എടുക്കുന്നിടത്താണ് നാം ഇന്ന് നിൽക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക, ഒന്നും ചുമക്കാൻ പറ്റൂല. ഇവൻ തന്നെ, ഇവൻ്റെ മനസ്സ് തന്നെ രൂപാന്തരപ്പെട്ട ഇവൻ്റെ ദൃശ്യത്തിൽ ഇവൻ കാർക്കിച്ചു തുപ്പുമ്പോൾ അത് ദൃശ്യമായി ഇവൻ്റെ ഹൃദയമായി തീർന്നുവെങ്കിൽ ഇവൻ തുപ്പുന്നത് ഇവൻ്റെ ഹൃദയത്തിലേക്കാണെന്ന് ഇവൻ മറന്നുപോകും. അതെ സ്വാമിജി, ഇതൊരു വല്ലാത്തൊരു പ്രഹേളികയാണ് സ്വാമിജി. ഇവിടെയാണ് നാം ഇന്ന് നിന്ന് നോക്കിക്കാണേണ്ടത് കാമം എത്ര വലുതാണെന്ന്. അവൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത് വലിച്ചെറിയുമ്പോൾ, അവൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തത് വലിച്ചെറിയുമ്പോൾ, അവൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിലെ അവൾക്ക് അവൻ വാങ്ങിച്ചു കൊടുത്ത മന്ത്രകോടിയും അവൻ്റെ കയ്യിൽ അണിയിച്ച മോതിരവും അവൾ വാങ്ങിക്കൊടുത്ത അവനിട്ട മന്ത്രകോടിയുമൊക്കെ വലിച്ചെറിയാൻ മടി കാണിക്കാതിരിക്കുമ്പോൾ അവൻ ചെയ്ത വ്യഭിചാര ജീവിതത്തിൻ്റെ രേഖകളായ അവൻ്റെയോ അവളുടെയോ ശാരീരിക ബന്ധത്തിൻ്റെ അംശങ്ങൾ ബാക്കി നിൽക്കുന്ന വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ച് കേസാക്കുവാനോ വഴക്കുണ്ടാക്കുവാനോ നാളെ അതിൻ്റെ തെളിവ് ശേഖരിക്കുവാനോ അത് പരസ്യമാക്കുവാനോ അതിലൂടെ ലോകത്തെ മോശമാക്കുവാനോ വരുന്ന തരത്തിലേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഇത്തരം 1000 കേസുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. എത്ര ആസൂത്രിതമായി ഈ സമയത്തൊക്കെ അവൻ്റെ മനസ്സുകൊണ്ട് ആനന്ദിക്കുകയാണോ, ആസൂത്രിതമായി മറ്റൊരുത്തനെ വീഴിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള സൂത്രപ്പണികളിലും പരിപാടികളിലും വീഴുകയാണോ? കുടിച്ച മദ്യക്കുപ്പികൾ അവൻ സൂക്ഷിച്ചു വെക്കും. അവൻ്റെ ബോധത്തെ ലഹരിയിൽ അഴ്ത്തി അവനല്ലാതാക്കി തീർത്ത ആ കുപ്പികൾ സൂക്ഷിച്ചു വയ്ക്കുന്ന അത്രയും ശ്രദ്ധയിൽ അവൻ പഠിക്കാനെടുത്ത് ആദ്യത്തെ പേന സൂക്ഷിച്ചു വെച്ചു കൊള്ളണമെന്നില്ല. ശരിക്കും അന്യതാകാമത്തിൻ്റെ ഒരു ശക്തിയാണ് നമ്മൾ സ്പർശിച്ച പോലെ അറിയുന്നത് സ്വാമിജി. തീർച്ചയായും തീർച്ചയായും ജീവിതത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അവന് ജീവൻ കൊടുത്ത അവൻ്റെ അമ്മയെ മറന്നാലും ശാസ്ത്രീയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച 1000 രോഗങ്ങൾ അവന് നൽകിയ ടിൻ ഫുഡുകളുടെ ടിന്നുകൾ അവൻ സൂക്ഷിച്ചു. എല്ലാം യൂസ് ആൻഡ് ത്രോ അല്ല. അവൻ പഠിച്ച കെമിസ്ട്രിയും ഫിസിക്സും മഹാഭാരതവും രാമായണവും അവൻ ആധ്യാത്മികമായ വിഭൂതി നൽകിയ പാതഞ്ജലവും പാണിനിയും വലിച്ചെറിഞ്ഞാലും വെബ്സൈറ്റുകളിലും ഇൻ്റർനെറ്റുകളിലും അവൻ കോറിയെടുത്ത വികലങ്ങളായ കാസറ്റുകൾ അതിഭദ്രമായി അവൻ പെട്ടികളിലും തലയണയ്ക്കടിയിലും ഒക്കെ സൂക്ഷിച്ചു വെക്കും. ധർമ്മവും മോക്ഷവും കളഞ്ഞു കുളിച്ച് കാമവും അർത്ഥവും കളിക്കുന്ന, അതിനനുഗുണമായി ദ്രവ്യങ്ങളോട് അവൻ ഇടപഴകുമ്പോൾ ആ ദ്രവ്യങ്ങളിലുണ്ടാകുന്ന പരിണാമ പ്രക്രിയകൾ, അതിനനുസരിച്ചുള്ള സ്പന്ദങ്ങൾ കാലത്തെ മാറ്റിമറിക്കുന്നത് ചിന്തിച്ചു നോക്കുമ്പോഴാണ് ആധുനിക ലോകം ഈ കെട്ടിപ്പൊക്കിയ
കൂടാരങ്ങൾക്കുള്ളിലെ ദ്രവ്യങ്ങൾ ദുഷിച്ച് അതിൻ്റെ ഐസോട്ടോപ്പുകൾ മാറി മാറി അതിൻ്റെ രാസീയവും ഭൗതികവുമായ പരിണാമ ശൃംഖലകൾ ഉതിർത്ത് ജൈവപരവും രാസപരവും ഊർജതന്ത്രപരവുമായ പരിണാമഭേദങ്ങൾ ഇവൻ്റെ ദൃഷ്ടി കൊണ്ടും ഇവൻ്റെ സാമീപ്യം കൊണ്ടും ഇവൻ്റെ സമീപനം കൊണ്ടും മാറി മറിഞ്ഞ് ഇവയെല്ലാം ഇവന് തന്നെ വിനാശകരമായിത്തീരുന്ന ഒരവസ്ഥ അവൻ ജീവിക്കുന്ന എല്ലാ അന്തരീക്ഷത്തിലും ഉണ്ടാക്കി ആ അന്തരീക്ഷത്തിൻ്റെ ശാന്തിയെ ജഡവും ചേതനവുമായ വസ്തുക്കളുടെ ആന്തോളനങ്ങൾ മുഴുവൻ മാറ്റി കാലത്തെ ദുഷിപ്പിച്ച് ജീവിക്കുന്നത് അവിടെയാണ്. ഇതാണ് ഇന്ന് ഏറ്റവും വലിയ മാനസികവും ശാരീരികവുമായ സങ്കീർണത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ആഴത്തിലൊന്ന് സ്പർശിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മന്ത്രിമന്ദിരങ്ങളിൽ നിന്ന് മന്ത്രിമാരും മറ്റും ഇറങ്ങിപ്പോകുമ്പോൾ പൊതുമുതൽ കൊണ്ട് ആഡംബരങ്ങൾ ഉണ്ടാക്കിയത് തട്ടിയും തകർത്തും ഇറങ്ങിപ്പോകുമ്പോൾ ഇനി ഞാനല്ല ഇരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ആ ക്ലോസറ്റ് പൊട്ടിച്ചിട്ടേക്ക്, ആ കണ്ണാടി തകർത്തേക്ക്. ഇളകുന്ന മുതൽ കൊണ്ടുപോകും ചെയ്യുമല്ലേ സ്വാമിജി? എല്ലായിടത്തും കൊണ്ടുപോകും. എവിടെയാണ് നമുക്ക് സംസ്കാരം ഉണ്ടായിരിക്കുന്നു എന്ന് പറയാൻ പറ്റും? പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തേക്ക് ഒരു വൃദ്ധന് കൂടിയിരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് അടിച്ചു തകർത്തത് എത്രയാണെന്ന് നമ്മൾ മുമ്പൊരിക്കലും ഈ പരിപാടിയിൽ കണ്ടതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും സമുന്നതനായ നേതാവ് ഓർമ്മയുണ്ടാവും. ആ ദ്രവ്യങ്ങളൊക്കെ, അങ്ങനെ തപിച്ച ദ്രവ്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ല, സൂക്ഷിച്ചു വെക്കുന്നത്. തൊഴിൽ നിയമങ്ങൾ, തൊഴിലാളി സംഘങ്ങൾ, തൊഴിലാളി നേതാക്കന്മാർ, തൊഴിൽ ദാതാക്കൾ, സാംസ്കാരിക വകുപ്പുകൾ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ അന്യൂനമായ ഉപയോഗത്തിനുണ്ടാക്കിയ പുതിയ മാനേജ്മെൻറ്റുകൾ, ഇവയൊക്കെ വന്നിട്ടും ഏറ്റവും പ്രാചീനമായ കാലങ്ങളിലുള്ള ദ്രവ്യവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊടും പാവും കോർത്തിണക്കുന്ന സമന്വയത്തിൻ്റെയും ശാന്തിയുടെയും തലം നഷ്ടപ്പെടുത്തുവാനല്ലാതെ സംയോജനത്തിൻ്റെ ഭാവമുയർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാമം എത്ര അതിപ്രസരത്തോടു കൂടിയാണ് വളരുന്നത്. വഴിയെ നടന്നു പോകുന്ന ഒരുവൻ വഴിയിൽ കിടക്കുന്ന ഒരു ചാണകം വാരി അടുത്ത പറമ്പിലേക്ക് ഇട്ടിട്ട് നടന്നു പോവുകയും കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ചെറുപ്പത്തിൽ ശേഖരിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം മാത്രമേ മനസ്സിലുള്ളൂ സ്വാമിജി. നടന്നു പോകുന്ന പ്രായമായവർ വഴിയെ നടന്നു പോകുമ്പോൾ കുട്ടികളുടെ ഒന്നും കാലിൽ പറ്റണ്ടെന്ന് വിചാരിച്ച് ഇത് വാരിയിട്ട് അടുത്ത പറമ്പിലേക്ക് ഇട്ടിട്ട് പോവുക. കണ്ടിട്ടുള്ളതായി ഓർക്കുന്നുണ്ടോ? കശുമാവിൽ മറ്റും വീണ അണ്ടികൾ പെറുക്കി അപ്പുറത്തേക്ക് ഇടുക, വഴിയിൽ കിടക്കാതെ, അത് വണ്ടി കയറി പോകാതെ. മാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ വിളിച്ചോ വല്യമ്മയെ വിളിച്ചോ കൊടുക്കുക, അതാ അവിടെ കിടന്നാ എടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിൻ്റെ ഉപഭോഗം ചാരുവായിരിക്കണമെന്നും അത് ഉപഭോഗം കൊണ്ടാണ് സന്തോഷം നേടുന്നതെന്നും അത് സൂക്ഷിച്ചു വയ്ക്കൽ കൊണ്ടോ നശിപ്പിക്കൽ കൊണ്ടോ അല്ലെന്നും തിരിച്ചറിഞ്ഞിരുന്ന ഒരു തലമുറയിൽ നിന്ന് വിദ്യാഭ്യാസം വളർന്നപ്പോൾ എങ്ങനെയെല്ലാം ഉപയോഗിപ്പിക്കാതിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലേക്ക് 1870കളിലെ ഫാമിൻ, ബംഗാൾ ഫാമിനും മറ്റും കൃത്രിമമായിരുന്നു എന്ന്
ലോകത്തിൽ ബ്രിട്ടൻ വരുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിരുന്ന ഇന്ത്യയെ ബ്രിട്ടൻ വന്ന് ഭരിച്ചാണ് ദരിദ്ര രാജ്യമാക്കുന്നത്. ദാരിദ്ര്യമായിരുന്നു ഇന്ത്യയുടെ സ്വഭാവമെങ്കിൽ ബ്രിട്ടനും പോർച്ചുഗലും ഒന്നും ഇങ്ങ് വരില്ല. പക്ഷേ ബ്രിട്ടനെയും പോർച്ചുഗലിനെയും പ്രശംസിക്കുന്ന ജനാധിപത്യത്തിൻ്റെ മന്ത്രിമാരും ജനാധിപത്യ സംവിധാനങ്ങളും ബുദ്ധിജീവികളും ചരിത്രമെഴുത്തുകാരും ബ്രിട്ടനെയും പോർച്ചുഗലെയും അവരുടെ ഭരണത്തെയും പ്രശംസിക്കുമ്പോൾ പോലും പൂർവികമായ ഇന്ത്യയെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത ഗ്രന്ഥങ്ങൾ ഒന്നുപോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സമീപകാലത്തിറങ്ങിയത്. ഉണ്ടെങ്കിലവ ബ്രിട്ടീഷുകാരോ മറ്റുള്ളവരോ എഴുതിയതാണെന്നാണ് തോന്നുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പൈതൃകം നേടിയെടുക്കുവാൻ വെമ്പൽ കൊണ്ട് മത്സരിക്കുന്ന പ്രസ്ഥാനങ്ങളും അതിൻ്റെ ആളുകളും പോലും ഇന്ത്യയെ ഒരു സമ്പന്ന രാജ്യമെന്നും അതിൻ്റെ ഐശ്വര്യത്തെയോ അതിൻ്റെ പ്രതീകത്തെയോ അല്ല ജനജീവിതത്തിലേക്ക് കൊടുക്കുന്നത്. ഇന്ത്യയുടെ ബലമല്ല ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ബലഹീനതയെക്കുറിച്ചാണ് അവ പോലും ആക്രോശിക്കുന്നത്. നീ ബലഹീനനാണ്, മറ്റുള്ളവർ ബലം നേടുകയാണെന്ന് പറഞ്ഞാണ് ഇന്ത്യയിൽ ബലഹീനത ഉണ്ടാക്കുന്നത് പോലും. ഇത് സത്യമാണ് സ്വാമിജി. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദ്രവ്യസഞ്ചയം എങ്ങനെ ഇവരുടെ ദൃഷ്ടി കൊണ്ട് മാറി മറിയുന്നു? ദ്രവ്യത്തിന് അങ്ങനെ മാറ്റം ഉണ്ടാവുമോ? മനുഷ്യൻ്റെ ദൃഷ്ടി കൊണ്ടും അവൻ്റെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദ്രവ്യം മാറുമോ? അതോ അതൊരു വെറും കെട്ടുകഥയാണോ? ദ്രവ്യം ജഡമല്ലേ? അങ്ങനെയാണ്. ജഡമായ ദ്രവ്യത്തിന് ആ ദ്രവ്യത്തിൻ്റെ പൂഞ്ചികകളിൽ മോളിക്യൂളുകളിൽ ജഡമായ ദ്രവ്യത്തിൻ്റെ ന്യൂക്ലിയസിൽ ജഡമായ ദ്രവ്യത്തിലെ ന്യൂക്ലിക് അമ്ലങ്ങളിൽ ജഡമാണെന്ന് വിശ്വസിക്കുന്ന ദ്രവ്യത്തിൻ്റെ പ്രോട്ടോണുകളിലും ന്യൂട്രോണുകളിലും പോസിട്രോണുകളിലും പുറമെ പദമേഖലയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളിലും അവയുടെ എണ്ണത്തിലും അവയുടെ സ്പന്ദനത്തിലും അതിൻ്റെ വീര്യത്തിലും വിഭാഗത്തിലും പ്രഭാവത്തിലും പരിണാമമുണ്ടാക്കുവാൻ വ്യക്തിയുടെ അന്തരംഗത്തിനും വ്യക്തിയുടെ പെരുമാറ്റത്തിനും വ്യക്തിയുടെ വാക്കിനും വ്യക്തിയുടെ മാനസിക വികാരങ്ങൾക്കും വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്കും കഴിയുമോ? ജഡമായ വസ്തു മാറുമോ?